ഹായ് ഫ്രണ്ട്സ്, ഹായ്. അപ്പം നമ്മുടെ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. അതായത് ഞാനൊരു യൂട്യൂബേഴ്സാണ്. അപ്പം നമ്മുടെ കുറേ ആൾക്കാർക്ക് അറിയാൻ വയ്യാത്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലിനകത്ത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാനാണെങ്കിൽ എനിക്കിപ്പം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഉണ്ടല്ലോ, ആദ്യമൊക്കെ നല്ല നല്ല വ്യൂസും കാര്യങ്ങളുമായിട്ട് കയറി വന്നുകൊണ്ടിരുന്നതായിരുന്നു. നല്ല നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം. അപ്പം ഞാൻ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് കൂടുമല്ലോ, നമുക്ക് ഒരുപാട് വ്യൂസ് കൂടിയ ആ ഒരു റീൽസൊക്കെ എടുത്ത് പിന്നീട് ഞാൻ ഒന്നും കൂടെ എടുത്ത് ഇടാനായിട്ട് ശ്രമിച്ചു കേട്ടോ. അങ്ങനെ ഇടാനായിട്ട് ശ്രമിക്കുന്നതനുസരിച്ച് നമ്മുടെ വ്യൂസ് അവിടെ കുറഞ്ഞു വരികയാണ്. അഥവാ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു റീൽസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ബാധിക്കുകയും ചെയ്യും കേട്ടോ. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. പിന്നീട് ആ തെറ്റ് ഞാനങ്ങ് നിർത്തി കേട്ടോ. അതുകൂടാതെ കണ്ട് നമ്മളല്ലാതെ കണ്ട് നമ്മൾ ഓരോ റീൽസൊക്കെ എടുത്തിട്ട് ഇപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ജോലി എന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു 300 അല്ല ഒരു 400, ഇപ്പോൾ ഒരു ദിവസം ഫുള്ളിട്ടാലും നമുക്കൊരു 500 താഴെയാണ് വ്യൂസ് റീൽസിനകത്തൊക്കെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാം, അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ. അങ്ങനെ ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയരുത്. നമ്മുടെ ചാനലിനെ തന്നെ അത് ബാധിക്കുന്നതാണ്. നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. തന്നെയല്ല, നമ്മുടെ പെട്ടെന്ന് നമ്മുടെ വ്യൂസ് എല്ലാം കുറഞ്ഞു വരും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. 2-3 ദിവസം ഇല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാലും നമുക്ക് അത് കയറിക്കൊണ്ടേയിരിക്കും. പറയാൻ കാരണം എനിക്കിപ്പം ഞാൻ അങ്ങനെ കുറേയൊക്കെ തെറ്റ് ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. പക്ഷേ എനിക്കിപ്പം വ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇതുപോലെ തന്നെ വ്യൂസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് ആ ഒരു റീൽസ് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും അത് തന്നെ പിന്നെയും ഞാൻ കയറ്റി ഇടുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ നല്ല ഇതായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അത് കയറ്റി എഡിറ്റ് ചെയ്ത് അങ്ങനെ പല രീതിയിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും വ്യൂസൊക്കെ നന്നായിട്ട് എനിക്കങ്ങ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ തെറ്റെല്ലാം മനസ്സിലായി. പിന്നീട് അത് ചെയ്യാതിരുന്നപ്പം പിന്നെ കുറച്ച് നാൾ കൊണ്ട് കുറഞ്ഞാണ് വ്യൂസ് ഇരുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനങ്ങ് ഇരുന്നു. പക്ഷേ ഇപ്പം നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ഷോർട്സ് ആയാലും വീഡിയോസ് ഒന്നും അധികം പോകത്തില്ലെങ്കിൽ ഷോർട്സ് ആയാലും എല്ലാം നമ്മുടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം അത് ഒരു 3 ആഴ്ച മുമ്പ് ഞാനിട്ട ഒരു ഷോർട്സ് ആണെങ്കിൽ കയറാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ആ ഷോർട്സ് ഇപ്പോൾ കയറി 1 ലക്ഷത്തിന് മേളിൽ 2 ലക്ഷത്തിനടുത്തോളം വന്നു. കാരണം നമ്മൾ ഷോർട്സ് നമുക്ക് ഒരു 500 താഴെയാണെങ്കിൽ പോലും വ്യൂസ് 500 താഴെയാണെങ്കിൽ പോലും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. കാരണം ഒരാഴ്ച 2 ആഴ്ച ചിലപ്പോൾ 1 മാസം കൊണ്ടായാലും ആ ഷോർട്സ് കയറി പോകാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അത് എൻ്റെ ഒരു ഷോർട്സോ കാര്യങ്ങളോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതുപോലെ തന്നെ ഇപ്പം അത് കഴിഞ്ഞ് പറയുന്ന പിന്നെയും 3 ആഴ്ച ആയി ഒരു ഷോർട്സ് ചെയ്തിട്ട് ആ ഷോർട്സ് കയറി 1,20,000 കയറി ആ ഷോർട്സ് ഒറ്റ ദിവസം കൊണ്ട്. അത് കയറിയത് മെനങ്ങാന്നോ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 ആഴ്ച ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ഷോർട്സുകളാണ് നമുക്ക് കയറി വരുന്നത്. അതിപ്പോൾ നമ്മളന്നേരം 2-3 കാര്യങ്ങളൊന്നും നമ്മുടെ ലൈവിൽ തെറ്റുകൾ ചെയ്യാതിരിക്കുക. മാക്സിമം ഒന്നെന്ന് വെച്ചാൽ വ്യൂസ് കൂടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റീൽസ് ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയരുത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു റീൽസ് നമ്മൾ എടുത്തിട്ട് അതിന് ഒരുപാട് വ്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് പിന്നീട് റിപ്പീറ്റ് പിന്നെയും എടുത്തിടാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കരുത് കേട്ടോ. അതും നമ്മുടെ വ്യൂസിനെ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഡിലീറ്റ് ചെയ്യാതെയും ഇങ്ങനെയൊന്നും ചെയ്യാതെയും കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഞാൻ ഇതുപോലെ എല്ലാ തെറ്റുകളും ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഒരു 5-6 മാസം കൊണ്ട് ഇതൊന്നും ഞാൻ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ ലൈവ് ഇട്ടാലായാലും അതുപോലെ ഷോർട്സിനായാലും എനിക്ക് ആൾ വ്യൂസൊക്കെ കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇനിയുള്ള തലമുറക്കാരെങ്കിലും ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത് കേട്ടോ. എന്നെപ്പോലുള്ള ആർക്കെങ്കിലും ഒരു ഉപയോഗപ്രദമാകുമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. ബൈ, സി യു.